Okay, hi all. Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Yeah, start ചെയ്യാം നമുക്ക്. Yes, yes, ma'am. Yeah, start with prayer. Ma'am, Gopika is ma'am. Prayer. Okay. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധി. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സുഖീകമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സുഖീകമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്ക് വന്ദനം. Thank you all. Okay, then. Signing by Jayashree. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി. അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ. ഇങ്ങു നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും. അമ്പിളിക്കലയ്ക്കുള്ളില് ആമ കുഞ്ഞനോ. ആമ കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനെ വലിഞ്ഞു കയറി തുരുത്തില്ലെങ്ങോ പതുങ്ങിയല്ലോ. താര കൊളുത്തുള്ളോരാ ചേലത്തും വെറ്റില ചെല്ലത്തിലോ. വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളമ്പാവേ. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൽ ചൂടിൽ ഉറങ്ങ് പൊന്നെ. തളരാതെ നെഞ്ചിൽ ചായായി മാറിൽ ചേർന്ന് ഉറങ്ങ ഉറങ്ങ ഉറങ്ങ. താങ്ക് യു മിസ്. Okay, Jayashree. Yeah, very good. Next, thought of the day. Good afternoon, all. My name is Nikita. Today's thought is, if you fail, never give up, because fail means first attempt in learning. APJ Abdul Kalam. Thank you. Okay. Yeah. So, then how are you all? Fine, ma'am. Fine. Doing good. Okay, fine. Yeah, active ആണോ എല്ലാവരും? Ready ആണോ? Yes, ma'am. Yes, ma'am. Okay. നമുക്ക് ഇംഗ്ലീഷ് ക്ലാസ്സില് മാക്സിമം ഇംഗ്ലീഷ് പ്രയർ ചൊല്ലാൻ നോക്കാം കേട്ടോ. ഇംഗ്ലീഷ് എല്ലാവരും ഇംഗ്ലീഷ് ചെയ്യാൻ നോക്കൂ. പ്രയർ ആണെങ്കിലും സൈൻ ആണെങ്കിലും ഒക്കെ
അല്ലേ? സോങ്സ് ആണെങ്കിൽ ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യൂ നിങ്ങള്. ഓക്കെ ഓക്കെ, രസമായിരിക്കും. ഓക്കെ മാം. ഓക്കെ, പിന്നെന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് സംസാരിച്ചു അല്ലെ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, സോ ഇനി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ നിങ്ങൾക്ക്? ക്ലാസ്സിന് വേണ്ടി വെയിറ്റിംഗ് ആണോ അല്ലെങ്കിൽ? അതെ മാം. അതെ, ഇനി എങ്ങനെ മിസ് എങ്ങനെ ക്ലാസ് എടുക്കുന്നത് നോക്കട്ടെ എന്നൊക്കെ അല്ലെ, നോക്കട്ടെ എന്നിട്ട് പറയാം. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ പറഞ്ഞു ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ട് അല്ലെ, ഗ്യാപ്പ് വന്നവരുണ്ട്. സോ നിങ്ങളുടെ ടെക്സ്റ്റില് പറഞ്ഞിരിക്കുന്നത് ബേസ് ലെവലാണ് കേട്ടോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ് വെയിറ്റിംഗ് ആണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞാണ് നമ്മുടെ സ്റ്റുഡൻസ് കുഞ്ഞു മക്കളെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള പോർഷൻസ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. അല്ലാതെ വലിയ 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 ഇംഗ്ലീഷ് ഒന്നും ഇല്ല കേട്ടോ, ചെറിയ ചെറിയ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് കുറെ അറിയാവുന്നവരുണ്ടാകാം, അറിയാവുന്നവര് ഒന്നുകൂടെ കേൾക്കൂ. ഞാൻ പറയുന്നതിന് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് പറഞ്ഞു തരൂ കേട്ടോ. ഓക്കെ, ഞാൻ അത്രയും പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ. ഓക്കെ, സോ എനിക്ക് മിസ്റ്റേക്സ് ഒക്കെ വരാം, എന്നെ കറക്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, ഐ എം നോട്ട് യുവർ ടീച്ചർ, യുവർ മെന്റർ ആണ്, ടീച്ചർ അല്ല. ഓക്കെ, പിന്നെന്താണ്, നിങ്ങൾ എല്ലാവരും ടീച്ചേഴ്സ് ആണ്, അത് മറക്കരുത്. ഓക്കെ, പിന്നെന്താണ്, അപ്പോ എന്തോ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ നോക്കട്ടെ. ടീച്ചറെ, ഈ ടെസ്റ്റിനകത്ത് ഫസ്റ്റ് മൊഡ്യൂളിനകത്താണോ ഇത്? എന്തുവാണ്, ഇംഗ്ലീഷ് ആണോ? ആ മൊഡ്യൂൾ 2 ആണ്. ആ ആ പേജ് നമ്പർ എന്തോ? ഓക്കെ സൽമ, ഓക്കെ കുഴപ്പമില്ല കേട്ടോ, പോയിട്ട് വരും. ഞാൻ ക്ലാസ്സിലെടുക്കുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്ക്രീനിലോട്ട് നോക്കിയിരിക്കാം, ശ്രദ്ധിച്ചിരിക്കാം. ഞാൻ ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടല്ല സംസാരിക്കുന്നത്, ടെക്സ്റ്റ് അങ്ങനെ തന്നെ എടുത്ത് വായിക്കുന്നൊന്നുമില്ല കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്ന യൂണിറ്റ് 1 ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ്. നമ്മുടെ ക്ലാസ് റൂമിൽ കയറുമ്പോൾ എന്തൊക്കെയാ സംസാരിക്കുക? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കില്ലേ ക്ലാസ്സിൽ കയറുമ്പോൾ അല്ലെ? ഗുഡ് മോർണിംഗ് പറയും, സ്റ്റാർട്ട് ചെയ്യുന്ന ഗുഡ് മോർണിംഗ് ടീച്ചർ, നെക്സ്റ്റ് എടുക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് നമ്മുടെ സ്കൂളില് നമ്മൾ പറഞ്ഞിരുന്നത് അങ്ങനെയൊക്കെ. അപ്പോ അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് ക്ലാസ്സിൽ സംസാരിക്കുന്നത് അതൊക്കെയാണ് ഈ യൂണിറ്റ് 1 പറയുന്നത് കേട്ടോ. അത് പ്രത്യേകിച്ച് ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് പോർഷൻ വരുന്നത് യൂണിറ്റ് 2 മുതലാണ്, ബേസിക് ലെവൽ തുടങ്ങിയാണ് വരാം. നൗൺ ആൻഡ് പ്രോനൗൺ. ഓക്കെ, ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ചാപ്റ്റർ, ഇതാണ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഇംഗ്ലീഷ് പഠിച്ചാലോ, തുടങ്ങിയാലോ നമുക്ക്? ഓക്കെ, ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഒരുപാട് നോളജ് ഉണ്ടാകും, ഇതൊക്കെ മാറ്റി വെക്കുക. ഏറ്റവും താഴോട്ട് വരും. ഓക്കെ, കുഞ്ഞു കുട്ടിയാണ് എന്ന് വിചാരിച്ചിരിക്കും, എനിക്ക് ഒന്നും ഇംഗ്ലീഷിനെ കുറിച്ച് അറിയില്ല എന്ന് വിചാരിച്ചിരുന്നാ മതി ക്ലാസ്സിൽ. ഓക്കെ, ക്വാളിഫൈഡ് ആണ്, ഞാൻ ഒരുപാട് ക്വാളിഫൈഡ് ആണെന്ന് ചിന്തിക്കണ്ട. LKG ഇരിക്കുന്ന വിചാരിക്കും, LKG പോലും 1ാം ക്ലാസ് ഒക്കെ പിടിച്ചാലും മതി. ഓക്കെ, അപ്പോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണേ. നോട്ട്ബുക്ക് എടുത്തോളൂ, ഇംഗ്ലീഷിൽ സെപ്പറേറ്റ് നോട്ട്ബുക്ക് വേണം കേട്ടോ. ഓക്കെ, മസ്റ്റ് ആണ്, ഇംഗ്ലീഷിന് ഒരു നോട്ട്ബുക്ക് വേണം, നിർബന്ധമാണ്. ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒക്കെ എഴുതിയെടുക്കേണ്ടി വരും. ഓക്കെ, ഹെഡിങ് ഒക്കെ എഴുതി വെച്ചോളൂ. യൂണിറ്റ് 2 നൗൺ ആൻഡ് പ്രോനൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ തുടങ്ങുന്നേക്കാൾ മുന്നേ പറയാണ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം എന്നോട്. എന്ത് പൊട്ടത്തിലാണെങ്കിലും ചോദിക്കുക. ഓക്കെ, ഒരുപാട് പ്രാവശ്യം ചോദിച്ചാൽ എനിക്ക് ഒന്നും തോന്നില്ല, അതാദ്യം മനസ്സിലാക്കാം. ഓക്കെ, അങ്ങനത്തെ ഒരു ചിന്തയൊന്നും മനസ്സിൽ വേണ്ട. ഓക്കെ, സോ നൗ, വാട്ട് ഈസ് നൗ? എന്താണ് നൗ? എന്താണ് നൗൺ? എന്താ Noun is, സാധനത്തിന്റെ noun ഒരു is the name of a person, place or thing. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നൗൺ ഒരാളുടെ പേര്, ഒരാളുടെ പേര്, സ്ഥലം, ടെക്സ്റ്റിൽ നോക്കരുത്, ടെക്സ്റ്റിൽ നോക്കി പറയണ്ട. ഒരു സ്ഥലത്തിന്റെ പേരോ ഒരാളുടെ പേര്, സ്ഥലം,
പിന്നെ അതേപോലെ തിങ്സ്, പേര്, സ്ഥലം, ഒരാളെ സംബന്ധിച്ചുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ കാര്യങ്ങളാണ്. ഇത്രയുണ്ടോ? ഇത്രയൊന്നും ഇല്ലല്ലോ. മാഡം noun is a naming word. ഓക്കെ, ഞാൻ സംസാരിക്കുമ്പോൾ മ്യൂട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ചിലപ്പോ എന്റെ സൗണ്ട് ഞാൻ തന്നെ കേൾക്കേണ്ടി വരും. ഓക്കെ, ഇത്രയൊന്നും ഇല്ല നൗൺ. എന്താണിത്? നൗൺ ഭയങ്കര ചർച്ചാ വിഷയമാക്കിയല്ലോ. ഇത്രയൊന്നും ഇല്ല. ടെക്സ്റ്റിൽ നോക്കരുത്. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, ഞാൻ പറയുന്ന പോർഷൻ ഒന്നും ടെക്സ്റ്റിൽ നോക്കണ്ട, എന്നെ ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ടെക്സ്റ്റ് വൈസ് അല്ല നമ്മൾ പഠിക്കുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്താണോ ചാപ്റ്ററിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നിങ്ങളുടെ മനസ്സിൽ കയറണം, മൈൻഡിൽ കയറണം. ആ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ടെക്സ്റ്റ് ബുക്ക് വായിക്കണ്ട. ഓക്കെ, സിമ്പിൾ. നൗൺ എന്താണ്? ഒരു പേരാണെന്നേ. നമുക്ക് ഇങ്ങനെ ചുറ്റും നോക്കിയേ, എല്ലാത്തിനും ഒരു പേരുണ്ട് ഇല്ലേ? ചുറ്റും നോക്കൂ, എല്ലാത്തിനും പേരുണ്ട്. പേരില്ലാത്ത ഒരു വസ്തു നമ്മുടെ കൺമുന്നിലേ ഇല്ല. വീട്ടിൽ വരുന്ന ഒരു പെറ്റിനെ പോലും നമ്മൾ പേരിടും അല്ലെ? സോ പേരാണ്. നൗൺ ഇസ് എ നെയിം. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. അത് എന്തിന്റെ പേര് വേണമെങ്കിലും ആകാം, എന്തും ആകാം. എന്തിനും പേരുണ്ടെന്നേ, എല്ലാത്തിനും പേരുണ്ട്. അതെല്ലാം നൗൺ ആണ്. ഇത്രയേ ഉള്ളൂ നൗൺ. ഓക്കെ, എനിക്കൊരു പേരുണ്ട്. കോമൺലി എന്നെ വിളിക്കുന്ന ഒരു പേരുണ്ട് അല്ലെ? എന്റെ പ്രൊഫഷന് ഒരു പേരുണ്ട്. നിങ്ങളുടെ കയ്യിരിക്കുന്ന ഫോൺ, ഞാൻ പറഞ്ഞു ഫോൺ, അതൊരു പേരാണ് അല്ലേ? ഒരു പേര് പറയാതെ ഒന്നിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. സോ എല്ലാത്തിനും ഒരു പേരുണ്ട്. അതാണ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയേ ഉള്ളൂ. ഈ നൗൺ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? നൗൺ ഇസ് എ നെയിം. ഇത്രേ ഉള്ളൂ. മലയാളം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൗൺ എന്ന് പറയുന്നത് നാമമാണ് എന്ന് പഠിച്ചിട്ടുണ്ട്. നമുക്കൊരു കാര്യമുണ്ട്, മലയാളം പോലും നമുക്ക് മര്യാദ അറിയില്ല അല്ലെ? പച്ച മലയാളം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? ഒരിക്കലും അറിയില്ല. ഇങ്ങനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിക്കുക. നൗൺ എന്താണ്? ഒരു പേരാണ്. ഓക്കെ, ഇനി നൗണിൽ തന്നെ നമ്മൾ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നൗൺസ്, നമ്മൾ 4 കൈൻഡ് ഓഫ് നൗൺസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4 അല്ല, അതിൽ കൂടുതലുണ്ട്. ടെക്സ്റ്റിൽ 4 ക്ലാസിഫിക്കേഷൻ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ, എഴുതിക്കൊള്ളട്ടോ. നൗൺ ഈസ് എ നെയിം. ഞാൻ പറയുന്ന നോട്ട്, ഇപ്പൊ ഞാൻ പറഞ്ഞു നൗൺ ഈസ് എ നെയിം, ജസ്റ്റ് ഒരു ഡെഫിനിഷൻ പോലെ ഞാൻ പറഞ്ഞു. അത് നിങ്ങൾ എഴുതിയെടുക്കുക, കുഴപ്പമൊന്നുമില്ല, എഴുതിയെടുക്കുക. പിന്നെ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് നൗണിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. എനിക്ക് മനസ്സിലാവുന്ന പോലെയല്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അല്ലെ? വേ ഓഫ് ലേണിംഗും വേ ഓഫ് ടീച്ചിങ്ങും ഡിഫറെന്റ് ആണ്. സോ നിങ്ങൾക്ക് എന്താണോ നൗണിനെ കുറിച്ച് മനസ്സിലായത് അത് അതേപോലെ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. നിങ്ങളുടെ നോട്ടാണ്, നിങ്ങൾക്ക് എന്തും എഴുതാം. ഓക്കെ, എങ്ങോട്ടും കൂടെ പ്രസന്റ് ചെയ്യുന്നൊന്നും അല്ല. നിങ്ങൾക്ക് എന്തും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ഈ നോട്ട് കണ്ടാല് മനസ്സിലാക്കാൻ പറ്റണം. ഇന്നല്ല, എന്നടച്ചു വെച്ച നോട്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ആ പോർഷൻ മനസ്സിലാകണം. ആ രീതിയിൽ വേണം നിങ്ങൾ നോട്ട് എഴുതാൻ. പണ്ടൊക്കെ നമ്മൾ ടീച്ചർ പറയുന്ന അതേ ഡെഫിനിഷൻ തന്നെ നോട്ടിൽ എഴുതിയിരുന്നതാണ്. അങ്ങനെയെങ്കിലും വേണ്ട കേട്ടോ. ഞാൻ പറയുന്ന കാര്യം തന്നെ എഴുതാൻ ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് അതിൽ നിന്ന് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് മാത്രം നോട്ടിൽ എഴുതിയാൽ മതി. ആ നോട്ട് ഞാൻ കാണുന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് നോട്ട് എഴുതുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നൗൺ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ, ഇനി നൗണിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരേ nouns are classified into 4 kinds. That is proper noun, common noun, abstract noun and collective noun. Okay, പറയുന്ന ടൈമിൽ നോട്ട് എഴുതണ്ട കേട്ടോ. നോട്ട് എഴുതാൻ ഞാൻ സമയം തരാം, അപ്പൊ എഴുതും. ശ്രദ്ധിച്ചിരിക്കേ. പ്രോപ്പർ നൗൺ എന്താണ്? പ്രോപ്പർ നൗൺ പ്രോപ്പർ നൗൺ എന്ന് പറഞ്ഞാല് എന്താണ്? എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടോ. എല്ലാ നെയിം തന്നെയാണ് കേട്ടോ. ക്ലാസിഫൈ ചെയ്യാം. നൗൺ എന്ന് പറയുമ്പോൾ ഒരു നെയിമാണ്. അതിൽ പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞോട്ടെ, വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. ഓക്കെ, സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. സ്പെസിഫൈ ചെയ്ത് എനിക്ക് ഞാൻ തന്നെ specific name of a particular person. Okay. Okay, teacher.
കഴിഞ്ഞോ? ഇനി ഞാൻ പറയട്ടെ, എനിക്കൊരു അവസരം തരും, ഞാൻ ക്ലാസ് എടുക്കട്ടെ. ഓക്കെ, പ്രോപ്പർ നൗൺ എന്ന് പറയുമ്പോ എല്ലാത്തിനും ഒരു പേരുണ്ട് അല്ലെ, പെർട്ടിക്കുലർ നെയിം, അതാണ് പ്രോപ്പർ നൗൺ. ഇപ്പോ എക്സാമ്പിൾ പറയാണ്, എനിക്കൊരു പേര്, എന്റെ പേര് അശ്വതി എന്നാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ പേരുണ്ട്. ഓക്കെ, എല്ലാവർക്കും ഓരോ പേരുണ്ട്. ഇനിയിപ്പോ നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ ഓരോ ബ്രാൻഡ്സ് ഉണ്ട്, ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, സാംസങ്, ഐഫോൺ എന്നൊക്കെ പറയാം. അതൊക്കെയാണ് പ്രോപ്പർ നൗൺ. മനസ്സിലായോ? പെർട്ടിക്കുലർ നെയിം ഓരോരുത്തരുണ്ട്, അതിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയാം. നമ്മൾ റോഡിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ ഒരുപാട് ഷോപ്സ് ഉണ്ട്. ഞാൻ ഒരു കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും മനസ്സിലാവോ? ഞാൻ ഡ്രസ് എടുക്കാൻ കടയിൽ പോവാണ്, നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചോദിക്കും ഏത് കടയിലാ പോകുന്നത്, ഏത് കടയിലാ പോകുന്നത് പറയുമ്പോ അതിനൊരു പെർട്ടിക്കുലർ നെയിം പറയണം, കടയുടെ പേര് പറയണം. മനസ്സിലായോ? എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. സോ അതാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. കൂടെ തന്നെ കോമൺ നൗൺ ഞാൻ പറയാണ് കേട്ടോ. കോമൺ നൗൺ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു എന്റെ പേര് അശ്വതി ആണെന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ എല്ലാവരും ആരാ? വുമൺ ആണ് അല്ലെ, വുമൺ ആണ്, ഗേൾ ആണ്. ഇറ്റ്സ് എ കോമൺ നെയിം. ഓക്കെ, ഇപ്പൊ ഞാൻ പറഞ്ഞു ഷോപ്സ് എന്ന് പറഞ്ഞു. ഷോപ്പ് എന്താണ്? ഒരു കോമൺ നെയിം ആണ്. ആ കോമൺ നെയിമിന് ഒരു പെർട്ടിക്കുലർ നെയിം കൊടുക്കുമ്പോൾ അത് പ്രോപ്പർ നൗൺ ആവും. ഞാനിപ്പോ ഫോൺ പറഞ്ഞു, ഫോൺ എന്ന് പറഞ്ഞത് കോമൺ നെയിം ആണ്. അതിന് ഓരോ ബ്രാൻഡ്സ് വരുമ്പോ ഓരോ പെർട്ടിക്കുലർ നെയിം കൊടുക്കുമ്പോൾ അത് പ്രോപ്പർ നൗൺ ആയി മാറി. മനസ്സിലായോ? കോമൺ നൗൺ എന്താണെന്നും പ്രോപ്പർ നൗൺ എന്താണെന്നും മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, ബിരിയാണി എന്ന് പറയുന്ന ഒരു കോമൺ നൗൺ ആണ്. അതിൽ ഒരുപാട് പ്രോപ്പർ നൗൺ ഉണ്ട്. ഏതൊക്കെയാണ്? ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി, ഐസ്ക്രീം, ഐസ്ക്രീം കോമൺ നൗൺ ആണ്, അതിലും പ്രോപ്പർ നൗൺ ഉണ്ട് ഇല്ലേ? വെനില, സ്ട്രോബെറി, ചോക്ലേറ്റ്, ചോക്ലേറ്റ്. ഇത്രയും നല്ലൊരു എക്സാമ്പിൾ എവിടെ കിട്ടുമല്ലേ? അപ്പൊ മനസ്സിലായില്ലേ? ഇതാണ് പ്രോപ്പർ ആൻഡ് കോമൺ നൗൺ. അത്രയേ ഉള്ളൂ. ഡെഫിനിഷന്റെ ആവശ്യമുണ്ടോ? എന്തിനാ ഡെഫിനിഷൻ? എന്തിനാ? മനസ്സിലാക്കിയാൽ പോരെ നമുക്ക് അല്ലെ? ഡെഫിനിഷൻ പഠിച്ചിട്ട് എവിടെയെങ്കിലും പോകാനുണ്ടോ? ഒന്നുമില്ല. പ്രോപ്പർ നൗൺ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് അറിയണം. മക്കൾ ചോദിച്ചാൽ എന്താണ് അമ്മേ പ്രോപ്പർ നൗൺ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പിന്നെ പറയാൻ പറ്റില്ലേ? ഇല്ലേ? മനസ്സിലായി? ഇനി നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും വെച്ച് പറയാൻ പറ്റും. ശരിയാണോ? എങ്ങനെയാ പഠിക്കണ്ടേ? അല്ല, എങ്ങനെയല്ലേ പഠിക്കണ്ടേ? ഡെഫിനിഷൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഒറ്റ കാര്യമില്ല. അതൊക്കെ മനസ്സിലാകാൻ ഇത്രയും വർഷം എടുത്തു. ഓക്കെ, അപ്പോ പ്രോപ്പർ നൗൺ കഴിഞ്ഞു, കോമൺ നൗൺ കഴിഞ്ഞു. സിമ്പിൾ. ഇനി ആബ്സ്ട്രാക്ട് നൗൺ. ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് ഇതുവരെ സംസാരിച്ച എല്ലാ പേരും, ഇപ്പോ നമുക്ക് ബോയ്, കിങ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഇത്ര ഒരു ഐഡിയ ഉണ്ട്. കിങ് എന്ന് പറയുമ്പോ ഓക്കെ, രാജാവിന്റെ ലുക്ക്, ക്രൗൺ ഒക്കെ വെച്ചിട്ട് ഒരാള് അല്ലെ. ബോയ് എന്ന് പറയുമ്പോ ഒക്കെ ഒരു ആൺകുട്ടി നമ്മുടെ കണ്ണിൽ വരുന്നുണ്ട്, ഒരു പിക്ചറൈസേഷൻ ഉണ്ട് അല്ലെ. ഫോൺ, ഓക്കെ, ഫോൺ ആണെങ്കിൽ നമുക്ക് കാണാം, അറിയാം ഫോൺ എന്താണ്. ഇനിയിപ്പോ ടി വി എന്താണെങ്കിലും നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട്, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവാണല്ലോ അല്ലെ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞാൻ ഇനി പറയുന്ന വേർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ആലോചിക്കട്ടോ, നിങ്ങൾക്ക് അത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈഗോ. ഈഗോ എന്താണ്? ഈഗോ കാണുന്നുണ്ടോ? ഇമാജിൻ ചെയ്തോ നിങ്ങൾ? ഈഗോ പറ്റുന്നില്ല. ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ. പ്ലഷർ, പ്ലഷർ കണ്ടോ? കണ്ടോ? കാണാൻ പറ്റിയോ? അല്ല. ഹാപ്പിനെസ്, ഹാപ്പിനെസ്. ചെയർ, 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 ചെയർ അറിയോ? അംബ്രല്ല. ഓക്കെ, ഇതെന്തെങ്കിലും ഡിഫറൻസ് തോന്നിയോ? ഞാനിപ്പോ നേരത്തെ പറഞ്ഞ വേർഡ് ഇപ്പൊ പറഞ്ഞ വേർഡ്? ഈഗോ, ഹാപ്പിനെസ്, ആംഗർ, പ്ലഷർ, പീസ്, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? കാണാനും കഴിയാത്തതും നമ്മുടെ 5 സെൻസ് കൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റാത്ത ഏതൊരു വേർഡും ആബ്സ്ട്രാക്ട് നൗൺ ആണ്. ഓക്കെ, ആ ഒരു പേര് കേൾക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇപ്പൊ ഏതെങ്കിലും ഒരു പേരാവട്ടെ, അത് കേൾക്കുമ്പോൾ നിങ്ങൾക്കത്
എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഓക്കെ, അത് ആബ്സ്ട്രാക്ട് നൗണിൽ പെടുന്നതാണ്. ചൈൽഡ്ഹുഡ്, ആ വേർഡ് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഫെമിലിയർ ആണ് ആ വേർഡ് ആയിട്ട്. പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ സെൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല അല്ലെ. ദാറ്റ് ടൈപ്പ് ഓഫ് വേർഡ്സിനെയാണ് നമ്മൾ ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ആബ്സ്ട്രാക്ട് എന്ന് പറയുന്നത് എന്താ? കാണാൻ പറ്റാത്തതോ കേൾക്കാൻ പറ്റാത്തതോ ആയ വേർഡ് ആണ്. ആ ഒരു മീനിങ്ങിലാണ് ആബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനത്തെ എല്ലാ വേർഡും ആബ്സ്ട്രാക്ട് നൗണിൽ പെടുന്നതാണ്. മനസ്സിലായോ? ഞാനിപ്പോ കുറെ വേർഡ് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെ ആബ്സ്ട്രാക്ട് ആണ്, ഏതൊക്കെ പ്രോപ്പർ നൗൺ ആണ്, ഏതൊക്കെ കോമൺ ആണ്. നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ അല്ലെ? ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, ഇതാണ് പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, ആബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? സോ ആബ്സ്ട്രാക്ട് നൗണിന് കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു എല്ലാവരും കേൾക്കട്ടെ. ടെക്സ്റ്റ് ഇല്ലാത്ത എക്സാമ്പിൾസ് കാണാം. കോൺഷ്യസ്, സ്നേഹം, anxiety, freedom, freedom, fear. അപ്പൊ അറിയാം, മനസ്സിലായി. ഇനി പ്രോപ്പർ നൗൺ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. സുധ, മീനു, കാസർഗോഡ്, ട്രിവാൻഡ്രം, കൊല്ലം, ലക്നൗ, തൃശ്ശൂർ, ആലപ്പുഴ, എല്ലാരും സ്ഥലം പറയാം. വെരി ഗുഡ്. റോസ്, ജാസ്മിൻ. ഓക്കെ, ഇനി ഇപ്പൊ പറഞ്ഞ എല്ലാത്തിനും ഒരു കോമൺ നൗൺ ഉണ്ട്. എന്താണ് കോമൺ നൗൺ? boy, teacher, Okay. Here. Teacher, district, flower, Person, place, person. things or idea, etc. Okay. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. എന്താ? ഓക്കെ, ഇത്ര പെട്ടെന്ന് മനസ്സിലായല്ലേ? ഇങ്ങനെ എല്ലാവരും നന്നായിട്ട് ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് പോവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പോർഷൻസ് എല്ലാം കഴിയും കേട്ടോ. ഓക്കെ, നോട്ട് ആരെങ്കിലും എഴുതിയോ? ഇപ്പൊ പറഞ്ഞ എന്തിനു നോട്ട് എഴുതിയോ നിങ്ങള്? എഴുതി. എഴുതി. എഴുതാത്തവരുണ്ട് കുറച്ച്, പക്ഷെ മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ഇനി മാർക്കോ നിങ്ങളത്? ഒരിക്കലും മാറ്റില്ല. ഇല്ല, മനസ്സിലായി. വെരി ഗുഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് കളക്റ്റീവ് നൗൺ. ഇപ്പൊ പറഞ്ഞ 3 നൗണ് നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മതി. മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എക്സാമ്പിളിൽ കുറച്ച് നൗൺസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആബ്സ്ട്രാക്ട് നൗൺ എന്ന് ചോദിച്ചിട്ട് കുറച്ച് ഓപ്ഷൻസ് തന്നാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് മനസ്സിലാക്കിയാൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി 4ാമത്തെ നൗൺ കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് പഠിക്കേണ്ട ഒന്നാണ് കേട്ടോ. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് നൗൺസിനെ പറയുന്ന ഒരു പേരാണ് കളക്റ്റീവ് നൗൺ. ഒരു കൂട്ടം ആൾക്കാർ നിൽക്കുകയാണെന്ന് വിചാരിക്കും. നമ്മളൊരു പേര് പറയും. എന്താണ് പേര് പറയാ? ഒരു കൂട്ടം ആൾക്കാർ വന്നു, നമ്മളൊരു പേര് പറയുമല്ലോ. മലയാളത്തിലാണെങ്കിൽ ഒരു പേര് പറയും. ആൾക്കൂട്ടം, ജനക്കൂട്ടം. അതിനൊരു പേര് നമ്മൾ പറയും ഇംഗ്ലീഷില്. എന്താണ്? ക്രിക്കറ്റ് ടീം, ഫുട്ബോൾ ടീം, ക്രൗഡ്. ഒരുപാട് ചിന്തിക്കില്ല, ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. ക്രൗഡ് ഇസ് എ കളക്റ്റീവ് നൗൺ. ഓക്കെ. ഇനി ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്, നമ്മൾ എന്താ പറയാ? ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഇരിക്കുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു പേര് പറയും. ടീം അല്ലേ? ടീം ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് ആണ് ടീം. സ്കൂൾ അല്ല, ക്ലാസ്. ക്ലാസ് ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ്.
ഇനി കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മൾ ഇതിന്റെ പേര് പറയും. ഫാമിലി ഗ്യാങ്. ഇപ്പൊ മനസ്സിലായോ എന്താണ് കളക്റ്റീവ് ആണെന്ന്? ഓക്കെ. അല്ലെ, നമുക്ക് ഫെമിലിയർ ആയ ഒരുപാട് വേർഡ്സ് ഉണ്ട്. നമുക്കൊന്ന് ആലോചിച്ച് നോക്കി. കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. കളക്റ്റീവ് ആണ്, കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞേ. A troop of monkeys. ഒരു ഗ്രൂപ്പ് ഓഫ് മങ്കീസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ ഗ്രൂപ്പ് ഓഫ് മങ്കീസിന് ഒരു പേരുണ്ടാവും. അതാണ് ട്രൂപ്പ് അല്ലേ? ട്രൂപ്പ്. Group of players. Pride of lions. Group of monkeys അല്ലേ? Players അല്ല. കേൾക്കുന്നില്ല. ഗ്രൂപ്പ് ഓഫ് മങ്കീസ്. Troop of monkeys. TROOP. ട്രൂപ്പ്. Group of monkeys. അങ്ങനെ വരും. അതില് പാർലമെന്റ് ഉണ്ട്, ഗ്രൂപ്പ് ഓഫ് പവേഴ്സ് പാർലമെന്റ്, അങ്ങനെയൊക്കെ ഒരു പേരുണ്ട് കേട്ടോ. ഇനിയിപ്പോ സ്കൂൾ ഓഫ് ഫിഷ്. Pride of lions. എന്താണ് കേൾക്കുന്നില്ല? എല്ലാവരോടും പറയുമ്പോൾ കേൾക്കുന്നില്ല. School of fish. സ്കൂൾ ഓഫ് ഫിഷ്. സ്കൂൾ ഓഫ് ഫിഷ് പറയാം. ബക്കറ്റ് ഓഫ് ഫ്ലവേഴ്സ്. Army of soldiers. Group of cows. Team of players. Team players. ഒരു കളക്റ്റീവ് ആണ്. Group of judging panel. Jury. ജൂറി അത് കളക്റ്റീവ് ആണ്. എന്താണ് ഗ്രൂപ്പ് ഓഫ് ജഡ്ജസിനെ പറയുന്നത് ജൂറി. ഇപ്പൊ ജൂറിയാണ് കളക്റ്റീവ് ആണ് വരാം. ഗാലക്സി ഓഫ് സ്റ്റാർസ്. ഇതൊക്കെ ക്ലിയർ അല്ല. ഗാലക്സി ഓഫ് സ്റ്റാർസ്. ഗാലക്സീസ് കളക്റ്റീവ് ആണ്. Litter of puppies. ബഞ്ച് ഓഫ് കീസ്. പഞ്ച് കളക്റ്റീവ് ആണ്. Group of relatives. ഇല്ലല്ലേ? ഇല്ല, ഒരു വേർഡ് ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോ Proud. ഷിപ്പ് ആണെങ്കിലോ, ഷിപ്പ് ഗ്രൂപ്പ് ഓഫ് ഷിപ്പിനെ പറയുന്നത് ഫ്ലീറ്റ് എന്നാണ്. ഫ്ലീറ്റ്. യെസ്. Head of sheep. കൊറേ ഉണ്ട്, ഒരുപാട് കളക്റ്റീവ് ആണ് കേട്ടോ, ഒരുപാട്. ഓക്കെ, നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. Choir of singers. ഓക്കെ, അപ്പൊ എന്താണ് കളക്റ്റീവ് ആണെന്ന് മനസ്സിലായോ? Yes. സംഭവം പിടികിട്ടിയല്ലോ. ഇനി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സെർച്ച് ചെയ്യുക, പഠിക്കുക. കുറച്ച് കളക്റ്റീവ് ആണിന്റെ നോട്ട്സ് ഞാൻ ആ ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നോട്ട്സ് എഴുതി വെക്കുക. കുറച്ച് കളക്റ്റീവ് ആണിന്റെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ നോട്ട്സ് എഴുതി വെക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോ 4 ക്ലാസിഫിക്കേഷൻ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു. ഞാൻ അവിടെ 4 ക്ലാസിഫിക്കേഷൻ പറഞ്ഞു. ഈ 4 എണ്ണം നിങ്ങൾക്ക് ക്ലിയർ ആയോ? മനസ്സിലായോ? Yes, miss. Yes, ma'am. ഓക്കെ ആണ്, ക്ലിയർ ആണ്. യെസ്. അബ്സ്ട്രാക്ട് ആവുന്ന ഒരു സംശയമുണ്ട് മിസ്. ചോദിക്കോ, എന്താണ് സംശയം വരാൻ കാരണം? അതില് നോട്ട് എഴുതുമ്പോ നോട്ടായിട്ട് എഴുതുമ്പോ അബ്സ്ട്രാക്ട് ആവും ഒരു പർട്ടിക്കുലർ, അതായത് നമുക്ക് നമുക്ക് സെൻസ് ഉണ്ടല്ലോ, 5 സെൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? കാണുക, കേൾക്കുക, ടേസ്റ്റ് ചെയ്യുക, ടച്ച് ചെയ്യുക, അതൊക്കെയാണ് സെൻസ്. ഈ 5 സെൻസ് കൊണ്ട് നമുക്ക് അത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന ഞാനിപ്പോ പറയുന്ന ഒരു വേർഡ്, ഇപ്പോ നിങ്ങൾ പറഞ്ഞാൽ ഈഗോ ഇരിക്കട്ടെ, ഈഗോ, ഈ വേർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല മിസ്. ഓക്കെ, മനസ്സിലായി. ഓക്കെ, ടച്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനോ, നമുക്ക് അറിയാം, അതിന്റെ ഫീലിങ്സ് അറിയാം. ഈഗോ എന്ന് പറയുന്നത് എന്താണ്, ആ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ വേർഡ് ഫെമിലിയർ ആണ്. പക്ഷെ നമുക്ക് ഇത് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് എന്ന്, നമുക്കത് അറിയാൻ പറ്റുന്നില്ല. പക്ഷെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് നമ്മള്. ഓക്കെ, സോ അങ്ങനെ കാണുന്ന എല്ലാ വേർഡും ആബ്സ്ട്രാക്ട് നൗണിൽ പെടുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കുറെ നമ്മൾ ആബ്സ്ട്രാക്ട് നൗൺ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ഒരുപാട് ലിസ്റ്റ് വേർഡ് വരും. ആ വേർഡ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്നതൊന്ന് കൊടുത്തിട്ടെടുത്താൽ മാത്രം മതി. ഓക്കെ, ക്ലിയർ ആയിക്കോളൂ കേട്ടോ.
എന്താണ് ടീച്ചർ ഇംഗ്ലീഷ് മാത്രമേ എടുക്കുന്നുള്ളൂ, എന്താണ് മനസ്സിലാവുന്നില്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചേ. ആണോ? ഇനി വേറെ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അത് വിചാരിച്ചിട്ടാണോ? പോയോ? ചോദിച്ചാണ് പോയോ? ആ വഴി പോയോ? എവിടെ? ടീച്ചർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ചോദിക്കൂ. ഈ അബ്സ്ട്രാക്ട് നൗണില് ടീച്ചർ നേരത്തെ പറഞ്ഞ ചെയറും അംബ്രല്ല എന്നെല്ലാം പറഞ്ഞതിന്റെ ആബ്സ്ട്രാക്ട് നൗണിൽ പറഞ്ഞതല്ല. അത് അല്ലേ? അല്ല. അല്ല, ഞാനേ അത് ഒപ്പര എഴുതി, അപ്പൊ എനിക്കൊരു ഡൗട്ട് വന്നു. കാണാൻ പറ്റാത്ത സംഭവമാണല്ലോ. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കേട്ടോ. കുറച്ച് വേർഡ് അന്നേരം ഡൗട്ട് തോന്നി. ഇപ്പോ ഈ ഡൗട്ട് വരാൻ കാരണം രജിഷക്ക് ഞാൻ ഈ പറഞ്ഞ 4 നമ്മൾ മനസ്സിലായി. അപ്പൊ ഞാൻ പറഞ്ഞ തെറ്റാണല്ലോ എന്നാണ് പറഞ്ഞു വരുന്നത്, അല്ലേ? അതെ. അതെ, അതെന്തുകൊണ്ടാണ് മനസ്സിലായി, അത്രയേ ഉള്ളൂ. ഒന്ന് തെറ്റിയെ പോലെ അന്വേഷിച്ച് പോകരുത്. കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ മനസ്സിലായി. ഞാനിനി കുറെ വേർഡ്സ് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മാറ്റാൻ പറ്റുമല്ലോ. ചോദിക്കട്ടെ, ഓരോ വേർഡ്സ് ഞാൻ ചോദിക്കട്ടെ? ഓക്കെ, പറ്റുന്നുണ്ടോ നോക്കൂ. വേർഡ്സ് കിട്ടാൻ ബുദ്ധിമുട്ട്, പറയാം. ഫസ്റ്റ് മീര, ഒരു നൗൺ പറഞ്ഞാൽ മതി കേട്ടോ. Mira is a proper noun, okay? Then laptop. Common noun. Common noun. Okay. Table. Common noun. Table. Common noun. ഒരുപാട് ടൈപ്സ് ഓഫ് ടേബിൾസ് ഇല്ലേ? റൗണ്ട് ടേബിൾ, Study table. Yes. Study table. Common noun. Common noun. Common noun. Okay. Pen. Common noun. Common noun. Common. Lexicon. എന്താണ് മിസ്? Common noun. Name noun. ഇപ്പൊ മനസ്സിലായില്ലേ പെൻ കോമൺ noun ആണെന്ന്? പ്രോപ്പർ എഴുതിയാണ്. ട്രൂത്ത്. Abstract noun. Yeah. Then state. Common noun. Open noun. Kerala. Proper noun. State. Common noun. കുറെ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ. കേരള. പ്രോപ്പർ അല്ലേ? Okay. And then Ernakulam. Proper noun. District. Common noun. Okay. Then danger. എന്താണ് മിസ്? Danger.
Abstract noun. Okay. Democracy. Collective noun. Democracy. Abstract ആണോ? collective noun. Collective noun ആണ്. Collective nouns. Democracy. Collective noun. Abstract ആണോ? Abstract or collective? Collective ആണല്ലോ abstract noun. Abstract. Abstract noun. ഞാൻ ചോദിച്ചിട്ടില്ല കളക്റ്റീവ് നോൺ ചോദിച്ചത് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത്. കോൺഫിഡൻസ്. Abstract noun. Collective noun. ഓക്കെ കഴിഞ്ഞു. ഓക്കെ ക്ലിയർ ആണല്ലോ. Clear. Clear ആണ്. ഈ നോൺ ഞാൻ നോട്ട്സ് അപ്ലോഡ് ചെയ്യാം അത് നോക്കി പഠിക്കും. ഓക്കെ Okay. ഇനി പിന്നെ നിങ്ങളുടേതായ പഠിക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതില് കളക്റ്റീവ് നോൺ മാത്രമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ, ബാക്കിയെല്ലാം മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. പറയുമ്പോൾ തന്നെ അറിയാം കൗണ്ട് ചെയ്യാൻ പറ്റുന്നത് കൗണ്ടബിൾ നൗണ്, കൗണ്ട് ചെയ്യാൻ പറ്റാത്ത അൺകൗണ്ടബിൾ നൗൺ ആണ്. ഓക്കെ സോ പറയുമ്പോ ഇപ്പൊ എന്താണ് ചെയർ. ചെയർ എന്തിലെ വരും? കൗണ്ടബിൾ ആണോ അൺകൗണ്ടബിൾ ആണോ? Countable ആണ്. Countable. കൗണ്ടബിൾ ആണ്. വാട്ടർ Uncountable. അൺകൗണ്ടബിൾ ആണ്. ഷുഗർ Uncountable. Countable. ഷുഗർ Uncountable. പക്ഷെ അത് അൺകൗണ്ടബിൾ ആണ് കേട്ടോ. കുറേ സമയം എടുക്കും. മണി ഒരു ഡൗട്ടും ഇല്ല അല്ലെ? കൗണ്ടബിൾ ആണ്. ഞാൻ എല്ലാ ദിവസവും എന്തെന്നാണ്. ഓക്കെ മണി ഇത് അൺകൗണ്ടബിൾ എന്നാ. ഓക്കെ അൺകൗണ്ടബിൾ ആണ്, എന്നാ പറ്റില്ല. ഇതാണ് ബൾക്ക് എമൗണ്ട് ഒക്കെ നമുക്ക് എണ്ണാൻ പറ്റുമോ? No. കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. നമുക്ക് തോന്നും അത് എണ്ണാൻ പറ്റുന്നതാണല്ലോ എന്ന്. പക്ഷെ മണി എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗണിൽ പെടുന്നതാണ്. മറക്കരുത് ഈ പറയുന്നത് കേട്ടോ. മണി ഈസ് ആൻ അൺകൗണ്ടബിൾ നൗൺ. ഓക്കെ ഡൗട്ട് ഉണ്ട്. ചോദിച്ചോ. അതായത് ഇപ്പം കോയിൻസ് അല്ലേ ഉദ്ദേശം? മണി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ചിന്തിക്കും, പക്ഷെ അത് തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ അരി, റൈസ് റൈസ് പറ്റുമല്ലോ. ആ എന്നാലോ റൈസ് അൺകൗണ്ടബിൾ ആണ് മിസ്. മണിന് അൺകൗണ്ടബിൾ ആണ് കേട്ടോ. അത് അങ്ങനെ ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണേ. അത് അങ്ങനെ തന്നെ പഠിക്കും. നിങ്ങൾ ചിന്തിക്കേണ്ട എണ്ണാൻ പറ്റുമല്ലോ മിസ് എന്ന് പറയണ്ട. പക്ഷെ അത് അങ്ങനെയാണ്, അൺകൗണ്ടബിൾ ആണ്. ഓക്കെ ഓക്കെ അങ്ങനെ തന്നെ പഠിക്കണേ. എപ്പോഴും നിശ്ചയിച്ച് വരുന്നൊരു കാര്യം ആയതുകൊണ്ടാണ്, എക്സാമിൽ ചോദിക്കുന്ന ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഓക്കെ ഇതുവരെ നിൽക്കട്ടെ കേട്ടോ. അൺകൗണ്ടബിൾ കൗണ്ടബിൾ മനസ്സിലായല്ലോ? മനസ്സിലായി. Yes, ma'am. ഇത്രയും മതി. കൂടുതൽ പഠിച്ചാൽ ഈ ചാപ്റ്റർ ഇപ്പൊ തീരും. ഇത്രയും മതി കേട്ടോ, ധാരാളം. കണ്ടിന്യൂ ചെയ്യാം നമുക്ക്. ഓക്കെ അപ്പൊ ഇന്ന് പഠിച്ച പ്രോപ്പർ, കോമൺ, ആബ്സ്ട്രാക്ട്, കളക്റ്റീവ്, കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ നൗൺ. ഇത്രയും നൗൺസ് നമ്മൾ ഇന്ന് പഠിച്ചു. 6 നൗൺസ് പഠിച്ചു. ക്ലിയർ ആണല്ലോ? ഒരു ഡൗട്ടും ഇല്ലല്ലോ? Clear ആണ്. ഓക്കെ സോ ഇനി എന്ത് തോന്നുന്നു? ക്ലാസ് ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ട്. ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഓക്കെ ക്ലിയർ ആണ്.
ഇങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുക. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് ക്ലാസ് പോവാട്ടോ. ഇതുവരെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയില്ല. ഇപ്പൊ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും നിങ്ങൾ ടെക്സ്റ്റ് നോക്കിയില്ലല്ലോ. ഇല്ല. പക്ഷെ നിങ്ങൾ പഠിച്ചു. നല്ലപോലെ മനസ്സിലായി. നല്ലപോലെ മനസ്സിലായി. ഇനി എപ്പോഴെങ്കിലും മറക്കോ? ഇല്ല. ഇനിയിപ്പോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇതിൽ നിന്ന് മനസ്സിലായത് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചാല് നമ്മൾ ഒരിക്കലും മറക്കില്ല. ശരിയല്ലേ? ശരിയാ. മനസ്സിലാക്കി പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പോ എല്ലാ സബ്ജക്റ്റും ഇംഗ്ലീഷ് ഇങ്ങനെയാണ് പോവുക. ഇനി നിങ്ങൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ എല്ലാം ഈ രീതിയിൽ പഠിക്കാൻ നോക്കാം കേട്ടോ. ബൈ ഹാർട്ട് ഒന്നും ചെയ്യരുത്. ഓക്കെ? ഇഷ്ടത്തോടെ പഠിക്കാം. ഓക്കെ? ഇംഗ്ലീഷിനുള്ള പേടി പോയില്ലേ? പേടി ഉണ്ടെന്ന് കുറച്ചുപേര് പറഞ്ഞു. പേടി പോയില്ലേ ഇപ്പൊ? ഓക്കെ, ക്ലാസ് അപ്പൊ ഓക്കെ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈൻഡ് ചെയ്യും. എല്ലാവരും പ്രസന്റ് ചെയ്യണം കേട്ടോ ക്ലാസ്സിൽ. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് പറയും. നിങ്ങൾക്ക് മനസ്സിലായത് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ? അത് പറയണം. യൂണിറ്റ് 1 മാം. കേട്ടില്ല. യൂണിറ്റ് 1 ഇല്ലേ ചോദിച്ചത്? അത് യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 1 ഇല്ല. യൂണിറ്റ് 1 ഇല്ല. ജസ്റ്റ് ഒരു ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണെന്നേ. നിങ്ങൾ വായിക്കൂ. നിങ്ങൾ വായിച്ചിട്ട് വരുമോ? അത് ക്ലാസ്സിൽ എന്തൊക്കെ ചോദിക്കും? എന്തൊക്കെയാ ചോദിക്കുക ഇംഗ്ലീഷില്? അതൊക്കെയാണ് അതിലുള്ളത്. ഇരിക്കൂ, എണീക്കൂ. നിങ്ങൾ എന്തൊക്കെയാ ക്ലാസ്സിൽ ചെന്ന് സംസാരിക്കുക? അതാണ് ക്ലാസ് റൂം ഇംഗ്ലീഷ് കേട്ടോ. അത് പഠിക്കുക. ഓക്കെ? ക്ലാസ്സിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയാ പറയാമോ, എന്തൊക്കെയാ ചെയ്യാ, അതൊക്കെ നിങ്ങള് ഓരോ വേർഡ്സും പഠിച്ചിട്ട് പോവാ കേട്ടോ. നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷ് അറിയില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, പേടിയാണ്. അതൊക്കെ എന്താണെന്ന് അറിയോ? ഇപ്പോ നമ്മള് ഡെയിലി ലൈഫില് ഒരുപാട് സെന്റൻസ് മലയാളത്തിൽ പറയുന്നില്ലേ? ഇപ്പൊ ഞാൻ എന്റെ ക്ലാസ്സിൽ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചു അല്ലെ? നിങ്ങൾ എന്തെല്ലാം ഒരു ഡൗട്ട് ചോദിച്ചു. മിസ് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, മിസ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്ന് പറയുന്ന ഈ സെന്റൻസ് എന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചൂടെ? ചോദിക്കാൻ പറ്റില്ലേ? അത് പഠിക്കാം. എങ്ങനെയാ ചോദിക്കാതെ? എങ്ങനെയാ ചോദിക്കാന്ന് ആദ്യം നിങ്ങൾ നോട്ട്ബുക്ക് ഇപ്പോ ഇന്ന് മുതൽ കേട്ടോ ഇംഗ്ലീഷിൽ ഞാൻ പറയുന്ന ചാപ്റ്റർ വൈസ് എഴുതാൻ വേണ്ടി ഒരു നോട്ട്ബുക്കും അല്ലാതെ ഒരു നോട്ട്ബുക്കും കൂടെ നിങ്ങൾക്ക് വേണം. കാരണം ഇപ്പൊ നമ്മുടെ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് മലയാളം സെന്റൻസ് ഉണ്ട്. ഞാനിന്ന് അങ്ങോട്ട് പൊക്കോട്ടെ, ഞാനിന്നോട്ട് ഇരുന്നോട്ടെ, ഞാനത് കഴിച്ചോട്ടെ, അല്ലെ, ഞാൻ അവിടെ പോവാണ് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. എല്ലാരും ഒരു ദിവസം ഇരുന്ന് അങ്ങോട്ട് ആലോചിച്ചിരുന്നവിടെ എഴുതുക. ഓക്കെ? അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, മിസ് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ഇതിന്റെ മലയാളവും നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് അത് ഇംഗ്ലീഷ് എങ്ങനെയാ പറയാ അതും കൂടെ എഴുതി വെക്കുക. ഐ ഹാവ് എ ഡൗട്ട് പറയരുത്. തെറ്റാണ് കേട്ടോ അത്. അങ്ങനെയല്ല, അങ്ങനെ പറയാൻ പാടില്ലേ. ഒരിക്കലും അങ്ങനെ ചോദിക്കരുത്. എനിക്കൊരു സംശയമുണ്ട്, ആ സെന്റൻസ് തന്നെ തെറ്റാണ്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്നാ ചോദിക്കാം. ഓക്കെ? ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഓക്കെ? അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഒരു ഡൗട്ട് ഉണ്ട് മിസ് എന്ന് ചോദിക്കുന്നത് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ മതി. എന്നിട്ട് ഇനി മുതൽ എന്നോട് അങ്ങനെ പറയാ. ഒരു സെന്റൻസ് നിങ്ങൾ പഠിച്ചോ? പഠിച്ചില്ലേ? പഠിച്ചു. അപ്പൊ ഇതുപോലെയാണ് ക്ലിയർ ആയില്ല. വെയിറ്റ്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്നാണോ പറഞ്ഞത്? അതെ, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞത്. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഓക്കെ? ഐ ഹാവ് എ ഡൗട്ട് എന്ന് പറയുന്ന പോലെ തെറ്റാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോയി സെർച്ച് ചെയ്തോളൂ കേട്ടോ. നമ്മൾ ഇത്രയും നാളെ പറഞ്ഞിട്ടിരുന്നത് അങ്ങനെയാണ്, തെറ്റാണ്. ഓക്കെ? അപ്പൊ ഞാൻ പറഞ്ഞു തന്നത് മനസ്സിലായല്ലോ. നമ്മള് പറയാൻ ഉദ്ദേശിക്കുന്നതും സംസാരിക്കുന്നതുമായ മലയാള സെന്റൻസുകൾ ബുക്കിൽ എഴുതി വെക്കുക. അതിന് ഇംഗ്ലീഷ് വേർഡ്സും ഇംഗ്ലീഷ് സെന്റൻസും കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും മലയാളം സെന്റൻസ് പറയുമല്ലോ, അല്ലെ? നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്, ഡെയിലി യൂസ് ചെയ്യുന്ന സെന്റൻസ് ആണ് നിങ്ങൾ എഴുതി വെക്കുന്നത്. സോ പിന്നെ പറയുമ്പോ ഇംഗ്ലീഷിൽ അത് പറയും, ഇംഗ്ലീഷ് ആ സെന്റൻസ് പറയും. അങ്ങനെ പഠിച്ചാണ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുക. ഓക്കെ? ഈ ട്രിക്ക് നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്തു.
എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് പറയും. ഇത് ഞാൻ കണ്ടുപിടിച്ച ട്രിക്കാണേ, എവിടെ നിന്ന് കിട്ടിയതല്ല കേട്ടോ, ഞാൻ കണ്ടുപിടിച്ചാണ്. അല്ലാതെ നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കില്ലെന്നേ. ശരിയല്ലേ? ഇംഗ്ലീഷില് സംസാരിക്കാൻ ഒരാള് വരട്ടെ എന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് എല്ലാം അറിയട്ടെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം പഠിച്ചിട്ട് സംസാരിക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നവരുണ്ട്. പക്ഷെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓരോ സെന്റൻസ് പഠിക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക, സംസാരിക്കുക. അങ്ങനെ ഓരോ സെന്റൻസ് കൂടി നമ്മൾ ഒരു ലോഡ് ഇംഗ്ലീഷ് നമ്മൾ ഒരു ദിവസം സംസാരിക്കണം. മനസ്സിലായോ? കാരണം പേടി ഉണ്ടാവില്ല. കാരണം ആ സെന്റൻസ് നമുക്ക് അറിയാം, നമ്മൾ പഠിച്ചു വെച്ചതാണ്. നമ്മൾ കയ്യിൽ നിന്നെടുത്ത് പറയുന്നതല്ല, നമ്മൾ പഠിച്ച കാര്യമാണ് പറയുന്നത്. അല്ലെ? ഇപ്പൊ മിസ് എനിക്കൊരു ഡൗട്ട് ഉണ്ട് എന്ന് ചോദിക്കണം, ഐ ഹാവ് എ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കാൻ നിങ്ങൾക്ക് ധൈര്യമില്ല. ഇപ്പൊ ചോദിക്കരുത്, നിങ്ങൾ എന്നോട് ചോദിക്കുക. തെറ്റല്ലെന്നൊക്കെ അറിയാം, തെറ്റല്ലെന്നൊക്കെ അറിയാം. നിങ്ങൾക്കത് ഷുവർ ആണ്, 100% ഷുവർ ആണ് തെറ്റല്ലെന്ന്. ധൈര്യമായിട്ട് എന്നോട് ചോദിക്കും. അതേപോലെയാണെന്ന് എല്ലാ സെന്റൻസും നമ്മൾ പറയുന്നത്. മലയാളത്തിൽ അതൊക്കെ നോക്കി വെക്കുക, അതെല്ലാം ഇംഗ്ലീഷിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുക, പറഞ്ഞു പഠിക്കുക. ആ ടോണിൽ നമ്മൾ എങ്ങനെ മലയാളം സംസാരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ടോൺ ഉണ്ടല്ലോ അല്ലെ? ഓരോ ലാംഗ്വേജിനും അതിൻ്റെതായ ഒരു ടോൺ ഉണ്ട്. ഇംഗ്ലീഷിനും ഉണ്ട് അതിൻ്റെതായ ടോൺ. ആ രീതിയിൽ പഠിക്കുക. പറഞ്ഞു 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 പഠിച്ചിട്ട് അത് ആ സിറ്റുവേഷൻ വരുമ്പോൾ അത് യൂസ് ചെയ്യാം. ഓക്കെ? ഇന്ന് മുതൽ ട്രൈ ചെയ്യാം. ഇന്ന് മുതൽ നാളത്തേക്ക് ആക്കിയത് മടി പാടില്ല കേട്ടോ. ഇന്ന് മുതൽ മടിയൊക്കെ മാറ്റി വെക്കും. സമയമില്ലെന്ന് എന്നോട് പറയാൻ നിൽക്കരുത്. മിസ്സേ സമയമില്ല മിസ്സേ, പഠിച്ച കാര്യങ്ങൾ എനിക്ക് നാളെ മുതൽ കേൾക്കണം. പിന്നെ അടുത്ത ക്ലാസ് മുതൽ നിങ്ങൾ എന്തൊക്കെ വേർഡ്സ് എഴുതി 5 വേർഡ്സ് വെച്ച് എന്നോട് പറയണം. എനിക്കും പഠിക്കാലോ. ഓക്കെ? എന്നെ പഠിപ്പിക്കും നിങ്ങൾ. എനിക്ക് അറിയില്ല ഡെയിലി നമ്മൾ എന്തൊക്കെ സെന്റൻസ് മലയാളത്തിൽ പറയുന്നുണ്ട്. ആ ഇംഗ്ലീഷ് ഒന്നും എനിക്കറിയില്ല. അപ്പൊ എനിക്ക് പറഞ്ഞുതരോ? നിങ്ങള് എല്ലാ ക്ലാസ്സിലും വന്നിട്ട് പറഞ്ഞുതരോ? ഞാൻ നിങ്ങൾക്ക് ഗ്രാമർ പറഞ്ഞുതരാം, നിങ്ങൾ എനിക്ക് സെന്റൻസ് പറഞ്ഞുതരൂ. ഓക്കെ ആണോ? ഓക്കെ. നല്ല രസമല്ലേ? നല്ല ഗെയിം ആണല്ലേ? ഇൻട്രസ്റ്റ് തോന്നുന്നില്ലേ? നോക്കി വെക്കാൻ ഇപ്പൊ ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇന്ന് മുതൽ ഇംഗ്ലീഷ് പഠിക്കും. കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾ കുറച്ചെങ്കിലും ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. ഇത് ഫോളോ ചെയ്താൽ മാത്രം. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പറയുന്നു നിങ്ങളതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കില്ല കേട്ടോ. ഓക്കെ? അല്ല എന്നെ കുറ്റമായിട്ട് ഒരു കാര്യമില്ല. ഇംഗ്ലീഷ് മിസ് വന്ന് പഠിപ്പിച്ചിട്ട് ഞങ്ങൾ ഇംഗ്ലീഷ് ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. ഗ്രാമർ പഠിപ്പിച്ചു തരും, അത് നിങ്ങൾ പഠിക്കും. അതെനിക്ക് അറിയാം, കാരണം ഞാൻ പഠിപ്പിച്ചു തരുന്നതാണ്. എനിക്കറിയാം നിങ്ങൾ അത് പഠിക്കും, എന്തായാലും പഠിക്കും, ഷുവറാണ്. ഓക്കെ? നിങ്ങൾ പോലും അറിയാവുന്നത് നിങ്ങൾ ഗ്രാമർ പഠിക്കും. ഇപ്പൊ ഇത്രയും പോർഷൻ നമ്മൾ ഇത്രയും കാര്യങ്ങൾ 6 നൗൺ പഠിച്ചത് നിങ്ങൾ അറിഞ്ഞോ? സത്യത്തില് അറിഞ്ഞോ? ഇല്ല. ഈസി ആയിട്ട് പഠിച്ചു. അറിയാതെ പഠിച്ചു നിങ്ങൾ ഈ 4 നൗണും. ഇങ്ങനെ പഠിക്കാം. ഇങ്ങനെ പഠിച്ചാലേ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ ലാംഗ്വേജ് പഠിക്കാനായിട്ട്. ഇംഗ്ലീഷ് പണ്ടൊക്കെ നമ്മൾ പഠിച്ചത് ടെൻസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അയ്യോ ടെൻസ്, ടീച്ചർ ഇംഗ്ലീഷ് ടീച്ചർ വരുന്നുണ്ട് എന്ന് പറയും. അങ്ങനെയല്ല കേട്ടോ, അങ്ങനെ ചിന്തിക്കുക. ഇനി ഞാൻ വരുമ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ വരില്ല, ഇൻട്രസ്റ്റ് ആയിരിക്കുള്ളൂ. എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഇത്രയും നാളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് തോന്നുന്നത്. ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിനോട് കുറച്ച് താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട്, കുറച്ചെങ്കിലും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആണോ? ശരിയാണ്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യില്ലെങ്കിലെന്ന് പറയൂ. ശരിയാണ്. അതെ മിസ്, ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ കുറെയൊക്കെ ഞാൻ പൊരുത്തി പറയുന്നതാണെന്ന് തോന്നിയത് കേട്ടോ. ഞാൻ ചുമ്മാ പറയുന്നതാണേ. ഓക്കെ? അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ. ഞാനത് ഞാൻ സ്റ്റുഡൻസ് ആയിട്ടല്ലാണ്ട് നിങ്ങൾ കാണുന്നേ. പക്ഷെ നമുക്ക് നമ്മൾ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കില്ലേ, ഞാൻ അങ്ങനെയാട്ടോ ക്ലാസ് സംസാരിക്കുക. കുറച്ച് എയർ പിടിച്ച് ക്ലാസ് എടുത്ത് അങ്ങനെയൊന്നല്ല. നമ്മളെ ഫ്രണ്ട്ലി ടോക്ക് അല്ലേ? ഇതല്ലേ നല്ലത്? സീരിയസ് ആയിട്ട് ക്ലാസ് എടുക്കണോ ഞാൻ? വേണോ? അതെ, നിങ്ങൾക്കും ബോറടിക്കും എനിക്കും ബോറടിക്കും. ഞാൻ ഇങ്ങനെയാണ്, യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ്. ഓക്കെ? അപ്പൊ കുറച്ചൊക്കെ എന്നെ സഹിക്കാം, അത്രയേ ഉള്ളൂ. ഇനി ഒരു 1 ഇയർ നമുക്ക് ഇങ്ങനെ പോവാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇംഗ്ലീഷ് സോങ്സ് ആയിരിക്കണം കേട്ടോ കംപ്ലീറ്റ്. അതിലൊരു നാണക്കേടം വിചാരിക്കാനായിട്ട് നിങ്ങൾ നല്ല ജസ്റ്റ് ആയിരിക്കും, പാടി നോക്കൂ ചുമ്മാ. അതിനൊക്കെ വേണ്ടി സമയം കണ്ടെത്തി ഒന്ന് പഠിക്കുകയും. ഓക്കെ? ഇംഗ്ലീഷ് സോങ്സ്, ഇംഗ്ലീഷ്. ഞാൻ പറഞ്ഞില്ല, സോറി. അത് പറയുമ്പോ നമുക്ക് ടെൻസിലേക്ക് ഒന്ന് കുറച്ച് പോവേണ്ടി വരും, എത്തി നോക്കേണ്ടി വരും. എത്തി നോക്കണോ?
നോക്കണോ? എനിക്ക് നോക്കിയാൽ ഡൗട്ട് വരും. എന്ത് ചെയ്യണം? ചെറുതില് മാത്രം നോക്കിയാൽ മതി, ചെറുതായിട്ട് മാത്രം, ചെറുതായിട്ട് മാത്രം, സിമ്പിൾ ആയിട്ട് ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ടൈം എത്ര ആയിരുന്നു? 2:30 ആവുന്നുള്ളൂ അല്ലെ? അതെ. ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്, ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ മീനിങ് മനസ്സിലാവും. തൊട്ടും പറഞ്ഞ ഒരു കാര്യമാണ് അല്ലെ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, രാത്രി വന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ ലഞ്ച് കഴിച്ചോ? ഒരുപാട് ടൈം ഗ്യാപ്പ് വന്നു അല്ലെ? ശരിയല്ലേ? രണ്ട് ടൈപ്പാണ്. മലയാളത്തിലാണെങ്കിൽ നമുക്ക് 2 ടൈപ്പാണ്. അത് നമുക്ക് ചിന്തിക്കാവുന്നേ. ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് എന്ന് ചോദിക്കാം. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ടെക്സ്റ്റ് ചെയ്യാട്ടോ ഞാൻ. ക്ലിയർ ആവുന്നില്ല മാം. ടെക്സ്റ്റ് ചെയ്യാതെ. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച് അല്ലേ? ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മെസ്സേജ് തന്നെ. ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? നിങ്ങൾ ലഞ്ച് കഴിച്ചോ? അത് തൊട്ട് മുന്നേ, ഇപ്പോ 2:30 ആയിട്ടുള്ളൂ, 1 മണിക്ക് നടന്നൊരു കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. കഴിച്ചോ? ഇല്ലെങ്കിൽ തരാനാണ്. മനസ്സിലായോ? ലഞ്ച് കഴിച്ചില്ലെങ്കിൽ നമുക്ക് കഴിക്കാം. ആ ഒരു രീതിയിലാണ് ഈ ടോക്ക് വരുന്നത്. അപ്പൊ സെയിം മീനിങ് അല്ലേ മിസ്? ഹാവ് ഹാഡ് യുവർ ടീ? ഹാവ് യു ഹാഡ് യുവർ ടീ ചോദിക്കാം. ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്? ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ? അതൊക്കെ ചോദിക്കേണ്ട ടൈം ഉണ്ട് കേട്ടോ. ഇപ്പൊ ഈ ഉച്ചക്ക് ലഞ്ച് കഴിച്ച കാര്യം രാത്രി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചോദിക്കാൻ പാടില്ല. മനസ്സിലായോ? പെട്ടെന്ന് ചോദിക്കണം. ഉച്ചക്ക് ലഞ്ച് ടൈമിലാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരാള് ഓഫീസിൽ നിന്ന് ഒരാള് ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് പോയിട്ട് രാത്രി കയറി വന്നു, ലഞ്ച് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ ഇത് ചോദിക്കാൻ പറ്റൂല. മനസ്സിലായോ? ഡിന്നർ കഴിച്ചോന്നാ ചോദിക്കാൻ പറ്റുള്ളൂ. ഹാഡ് യുവർ ലഞ്ച് കഴിച്ചോ? അപ്പൊ അവിടെ ഹാവ് യു ഇല്ല, ഹാഡ് യുവർ ലഞ്ച്. ഹാവ് യുവർ ലഞ്ച് എന്ന് ചോദിക്കാം. ഓക്കെ. ക്വസ്റ്റ്യൻ സെയിം മീനിങ് ആണെങ്കിലും യൂസ് ചെയ്യുന്ന ടൈം വ്യത്യാസമുണ്ട്. ഓക്കെ. ആധികാരികമായി ഞാൻ ടെൻസ് എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഇത്രയും മനസ്സിലാക്കും. ടെൻസിലൊക്കെ പോകാൻ ഒരുപാട് സമയമുണ്ട്. ഓക്കെ. അതാണ് നിങ്ങൾ ഇങ്ങനത്തെ ഡൗട്ട് ചോദിക്കുമ്പോ ടെൻസ് പറയുമ്പോഴാണ് കുറച്ചുകൂടി ക്ലിയർ ആവാം. എന്തുകൊണ്ട് അവിടെ ഹാവ് വന്നെന്ന് ചോദിച്ചാൽ ആൻസർ എനിക്കുണ്ട് പറയാൻ, പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല ഇപ്പൊ പറഞ്ഞാൽ. അല്ലെ? ശരിയാണോ? എന്തുകൊണ്ട് ഇവിടെ ഹാവ് വന്നു അറിയോ? ഡൗട്ടായി മൊത്തത്തിൽ. ഓക്കെ. എന്തുകൊണ്ട് ഇവിടെ ഹാവ് വന്നു? ടൈമിന്റെ കാര്യത്തില് ഈ ഹാവ് ഹാഡ് എന്താണ്? കൊറേ ഡൗട്ട് ഹാവ് നമ്മള് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോ ഓക്സിലറി വേർഡ്സ് അല്ലേ മാം? ഹാവ് ഹാഡ് ഓക്സിലറി വേർഡ്സ് അല്ലേ? ഓക്സിലറി ആണെന്നും പറയാം, മൊഡാൽ ഗോബോ എന്നും പറയാം. അതാണ് ഇങ്ങനത്തെ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. പക്ഷെ അതിന് പുറകെ ഡൗട്ട് കുറെ വരും. ടെൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടെൻസ് എടുത്തതിന് ശേഷം നിങ്ങൾ ഈ ഡൗട്ട് എന്നോട് ചോദിക്കില്ല. അതാണ് ടെൻസ്. മനസ്സിലായോ? ഓക്കെ. അപ്പോ ഇപ്പൊ ചെയ്യേണ്ടത് ഇങ്ങനത്തെ കുറെ വേർഡ്സ് ഇല്ലേ, അതെല്ലാം പഠിച്ചു വെക്കുക. അതെന്തുകൊണ്ട് വന്നു എന്നുള്ള ക്വസ്റ്റ്യൻ വേണ്ട, പഠിച്ചു വെക്കും. ഇപ്പൊ കിട്ടിയ ലഞ്ച് കഴിച്ചോ? ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്? ടൈമിനെ ബേസ് ചെയ്തിട്ട് മാറും. അത് പഠിച്ചു വെച്ച് ചോദിക്കാൻ നോക്കാം, ഇംപ്ലിമെന്റ് ചെയ്ത് ലൈഫിൽ. ഓക്കെ. പിന്നെ ടെൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ ഹാവ് വന്നു ഹാഡ് വന്നു ഒക്കെ അപ്പൊ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലാവില്ല, പഠിച്ചത് കൂടി മറന്നു പോകും. മൊത്തത്തിലൊരു കുഴഞ്ഞു മറിക്കണ്ട, ഇങ്ങനെ പോട്ടെ. ഓക്കെ. ക്ലിയർ? അപ്പോ ക്ലാസ് എല്ലാം നോക്കിയാണ്. എന്തോ താങ്ക് യു പറഞ്ഞു വിടാണ് കേട്ടോ. ഓക്കെ. നേരത്തെ താങ്ക് യു പറയുന്നുണ്ട് ചുമ്മാ. പിന്നെന്താണ്? അപ്പൊ ക്ലാസ് ഒക്കെ ഓക്കെ ആണല്ലോ? വേറെ കുഴപ്പമൊന്നുമില്ല? സെറ്റാണ്, ആക്റ്റീവ് ആണ്? എല്ലാവരും ക്ലാസ്സിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുക കേട്ടോ. എല്ലാവരും ഇതേപോലെ തന്നെ കോഴ്സിന്റെ എൻഡിങ് വരെ ഉണ്ടാവണം ഈ ആക്റ്റീവ്നെസ്. ഓക്കെ. എനിക്കതാണ് വേണ്ടത്. ക്ലാസ് എപ്പോഴും സൈലന്റ് ആവുന്ന എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതാണ് ചോദിച്ചുകൊണ്ടേയിരിക്കുക, സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ക്ലാസ് എപ്പോഴും ഫുൾ നമുക്ക് എനർജറ്റിക് ആയിരിക്കും. അങ്ങനെ പോവാം. ഓക്കെ. 1 hour പോയത് നിങ്ങൾ അറിഞ്ഞു? ഇപ്പൊ സത്യം പറയും, 1 hour പോയത് നിങ്ങൾ അറിഞ്ഞോ?
How are you? How are you? ഇപ്പോഴാണ് how are you ഇരിക്കുന്നേ? No, no. ഓ മറ്റേത് ട്രൈ ചെയ്യുന്നതാണല്ലേ? ഓ നടന്നുകൊണ്ടിരിക്കുക, പ്രോസസിംഗ് ആണ്. ഓക്കെ നടക്കട്ടെ. മോഡേഴ്സ് ഗുഡ്. ഓക്കെ, Okay, miss. അപ്പോ ടൈം കഴിഞ്ഞു. സൈൻ ഔട്ട് പറഞ്ഞാലോ? ഓക്കെ, സൈൻ ഔട്ട് പറയൂ. സൈൻ ഔട്ട് വരാം. Prabulla. പ്രഫുല്ല. ഓക്കെ, Thank you, ma'am, for today's class. We learned a lot. See you next time. Have a great day. ഓക്കെ. പ്രഫുല്ല നല്ല പേര്, വെറൈറ്റിനെയാണ്, ഞാൻ ആദ്യമായിട്ട് കേൾക്കാം. Thank you, ma'am. ഓക്കെ, സോ താങ്ക് യു ഓൾ. Thank See you you next- all. Thank you, miss. Bye. Thank you. Thank you. Thank you, ma'am. Thank you, ma'am.